വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. എല്ലാ എക്സാമും നല്ല രീതിയിൽ അടിപൊളിയാക്കി. ഇനി നമ്മുടെ അവസാനത്തെ ഊഴം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കാണ് അല്ലെ. അപ്പൊ ബയോളജിയിൽ 40-30 മാർക്ക് പ്ലസ് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. സ്പെസിഫിക് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മിസ് തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ആദ്യം നമുക്ക് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അനലൈസ് ദ ഇൻഫർമേഷൻ ഇൻ ദ ബോക്സ്. ബോക്സ് തന്നിട്ടുണ്ട്, ഗിവൻ ബിലോ മാച്ച് ദം അക്കോർഡിംഗ് ടു ദ ഗിവൻ മോഡൽ എന്നാണ്. അപ്പൊ നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിക്കുന്നതാണ് അല്ലെ. സോൾജേഴ്സ് ഓഫ് ഡിഫൻസിലെ പ്ലാൻ ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കണം. കാരണം ഈ ഇടയായിട്ട് അത് വന്നിട്ടില്ലെങ്കിലും ഈ ആനുവൽ എക്സാം നമുക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ സെൽ വാൾ പ്രിവെന്റ് ദ എൻട്രി ഓഫ് ജാംസ് ത്രൂ ലീവ്സ്, പ്രൊട്ടക്ട് ദ ഇന്നർ സെൽ ഫ്രം ഡയറക്ട് കോണ്ടാക്ട് ഓഫ് പാത്തജൻ, കാലോസ്. അപ്പം സെൽ വാൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. വെൽ എക്യുപ്ഡ് റെസിസ്റ്റന്റ് കോട്ടാണ് സെൽ വാൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പം കോശഭിത്തി സുസജ്ജമായ പ്രതിരോധ കവചം. ബാക്കിയുള്ള നമുക്ക് എങ്ങനെ പേര് ചെയ്യാം? ഒന്നാമത്തേത് കാലോസ്, ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ആർ പ്രിവെന്റഡ് ഫ്രം എൻറ്ററിംഗ് ത്രൂ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ വഴി കടന്നെത്തിയിട്ടുള്ള ബാക്ടീരിയാസിനെ ജേംസിനെ പ്രിവെന്റ് ചെയ്യാനാണ് കാലോസ് എന്നുള്ളത്. അപ്പൊ കോശഭിത്തി കടന്നെത്തുന്ന രോഗാണുക്കളെ കോശസ്ഥലത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. രണ്ടാമത്തേതാണ് നമ്മുടെ ബാർക്ക് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ഇന്നർ സെൽ ഫ്രം ഡയറക്ട് കോണ്ടാക്ട് ഓഫ് പാത്തജൻസ് അല്ലെ. രോഗാണുക്കളിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ആരാണ്? നമ്മുടെ പുറംതൊലിയാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ വാക്സ് കോട്ടിംഗ്, മെഴുകാവരണം, അതായത് ക്യൂട്ടിക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. പ്രിവെന്റ് എൻട്രി ഓഫ് ജേംസ് ത്രൂ ലീവ്സ് അല്ലെ. ഇലകളിലൂടെ ഏതെങ്കിലും ജേംസ് കയറുന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനാണ് നമുക്ക് മെഴുകാവരണം അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ ഉള്ളത്. പക്ക സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്തായാലും പഠിച്ചു വെക്കണം ഡിഫൻസ് മെക്കാനിസം. Side effects of a continuous use of a particular category of medicine extracted from microorganisms are given below. Analyze them and answer the question. സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുത്ത ഒരു തരം ഔഷധത്തിന്റെ സ്ഥിര ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ചില പാർശ്വഫലങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി, റെഡ്യൂസ് ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റമിൻസ് ഇൻ ദ ബോഡി. ശരീരത്തിലെ ഉപകാരികളെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയുന്നു. അപ്പൊ ഇത് ആരെ പറ്റിയിട്ടാ പറയുന്നത്? നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മുടെ ബോഡിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ ബാക്ടീരിയ നശിപ്പിക്കണമെങ്കിൽ അതാരാണ്? അത് വേറെ ആരുമല്ല, നമ്മുടെ ആന്റിബയോട്ടിക്സ് ആണ്, ആന്റിബയോട്ടിക്കുകളാണ്. ഇനി നോക്ക്, വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആർ ഡിസ്ട്രോയ്ഡ് യൂസിങ് ദിസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് തരം സൂക്ഷ്മജീവികളെ നശിപ്പിക്കാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്? ആരെ നശിപ്പിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ആന്റിബയോട്ടിക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതാണ്? ഏത് ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത് നോക്കാം. Continuous use of this medicine by an individual against a particular disease may not be effective in future. ഒരു പ്രത്യേക രോഗത്തിനെതിരെ ഒരു മരുന്നിന്റെ തുടർച്ചയായ ഉപയോഗം ഭാവിയിൽ ആ വ്യക്തിയിൽ ഈ രോഗത്തിന്റെ ശമനം സാധ്യമല്ലാതാക്കാം. എന്തുകൊണ്ട്? നമ്മൾ സ്ഥിരമായിട്ട് ഒരു മരുന്നിനെതിരെ നമ്മൾ ആന്റിബയോട്ടിക് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ ദ പാത്തജൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ് അല്ലെ. അപ്പൊ സ്ഥിരമായ ഉപയോഗം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്കെതിരായി പ്രതിരോധ ശേഷി ഉണ്ടാവുന്നു. അവർക്ക് ആ ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാൻ പറ്റും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അല്ലെ. അപ്പൊ അതാണ് നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാണ്ട് വരുന്നത്. അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഒരു ആന്റിബയോട്ടിക്സ് എടുക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പാടില്ല. പലതരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകും. അടുത്തത്, നെയിം ദി ഇല്ലസ്ട്രേഷൻ സീൻ ഹിയർ വാട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ പി എസ് ആൻഡ് ടി. ഇവിടെ പി എസ് ടി എന്താണെന്നാണ്? പി എന്ന് പറയുന്നത് എന്താ മക്കളെ? പി എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫേറ്റ് ആണ്. ദെൻ എസ് എന്ന് പറയുന്നത് ഷുഗർ, പഞ്ചസാരയാണ്. ആൻഡ് ടി എന്ന് പറയുന്നതോ തൈമിൻ, ന്യൂക്ലിയോടൈഡ് ആണ്. So name the complementary part that pair with this. ഇതിനോട് കോംപ്ലിമെന്ററി ആയിട്ട് ആരാ വരിക? ഇതിനോട് കോംപ്ലിമെന്ററി ആയിട്ട് ആര് വരും? നമുക്കറിയാം തൈമിനാ വന്നിട്ടുള്ളതെങ്കിൽ ഇതൊരു DNA ആണെന്ന് നമുക്കറിയാം. സോ തൈമിന് നേരെ ഫോസ്ഫേറ്റ്, ഷുഗർ, ഇവിടെ തൈമിൻ വന്നെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ ഡബിൾ ബോണ്ടുമായിട്ട് ആരുണ്ട്? നമ്മുടെ അഡിനിൻ ആണ് ഉള്ളത്.
ഓക്കെ, അപ്പൊ ഒരു ഷുഗർ പെയർ അല്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസ് ചേർന്ന് കഴിഞ്ഞാൽ അത് ആരോട് പെയർ ചെയ്യണമെന്ന് പഠിക്കണം. അഡിനിൻ തൈമിൻ ഡബിൾ ബോണ്ട് ആയിരിക്കും വരിക. ഇനി RNA യിലാണെങ്കിൽ അഡിനിൻ യുറാസലിനോടാണ് ബൈൻഡ് ചെയ്യുക. ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ടാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഒരു നൈട്രജൻ ബേസ് പെയർ നമുക്ക് തന്നു, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് തന്നാൽ അതിന്റെ പെയർ എഴുതാൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. Observe the table and find out the missing members of human race. അപ്പം എവല്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പഠിച്ചു വെച്ചോ. മോഡേൺ മാൻ ഡെവലപ്ഡ് ബ്രെയിൻ. മോഡേൺ മാൻ ആരാണ്? ഹോമോസാപ്പിയൻസ് ആണ് അല്ലെ. ആരാ വരിക? എ എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ഹോമോസാപ്പിയൻസ്. എ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ്. ഇനി ബി എന്ന് പറയുന്നതോ ഫസ്റ്റ് ഹ്യൂമൻ ഹു ഹാഡ് ദ എബിലിറ്റി ടു സ്റ്റാൻഡ് ഇറക്റ്റ് ആണ്. നേരെ നിൽക്കാൻ പറ്റിയത് ആർക്കാണ്? ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ്. ഓക്കെ, ഇനി സ്ലെൻഡർ ബോഡി ഫോസിൽസ് വർ ഡിസ്കവർഡ് ഫ്രം ആഫ്രിക്ക. ആരാണ്? ആസ്ട്രലോപിത്തഗസ് ആണ്. മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ഹ്യൂമൻ റേസ് എന്ന് പറയുന്നത് ആരാണ്? അത് RD പിത്തഗസ് റെമഡിസ് ആണ് അല്ലെ. RD പിത്തഗസ് റെമഡിസ്. RD പിത്തഗസ് റെമഡിസ്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളും അതിൻ്റെ തന്നെ റിലേറ്റ് ചെയ്ത കോൺസെപ്റ്റുകളും നല്ലോണം നിങ്ങൾ പഠിച്ചു തന്നെ പോകണം. മിസ് ഈ പറയുന്ന ചോദ്യത്തിനോട് റിലേറ്റ് ചെയ്ത കോണ്ടന്റ് ഒന്നും കൂടെ ഈ വീഡിയോയുടെ കൂടെ ഇരുന്ന് നിങ്ങൾ കണ്ടു പഠിക്കാം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. A B തന്നിട്ടുണ്ട്. A ആരാണ്, B ആരാണെന്ന് നമുക്ക് എഴുതാനുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കോളാം. റൈറ്റ് A ആൻഡ് B. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ മെയിൽസിലാണെങ്കിൽ 44 എന്നും പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അതിൽ ഈ 44 ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ A എന്ന് പറയുന്നത്. സോ 44 ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് ആണ് നമുക്കുള്ളത്. സ്വരൂപ ക്രോമസോമുകൾ. അതാണ് നമ്മുടെ ശരീരത്തിലെ 44 ക്രോമസോമുകൾ. ബാക്കി 2 എണ്ണമാണ് ഇവിടെ B എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ സെക്സ് ക്രോമസോമുകൾ അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമസോമുകൾ. അപ്പൊ ഇവിടെ നോക്കാം. ബിയിലെ ലിംഗനിർണയത്തിന് കാരണമായ ക്രോമസോമുകൾ ഏവാ? നമ്മുടെ ബോഡിയിൽ സ്ത്രീകളാണ് എങ്കിൽ നമുക്ക് ഏതൊക്കെ വരും? XX ക്രോമസോം വരും. അതുപോലെ പുരുഷനാണെങ്കിലോ Y. അപ്പൊ Xും Yയും ക്രോമസോമുകളാണ് നമ്മുടെ ലിംഗനിർണയം തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം നോക്ക്. മെയിൽ ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? 44 + XY വരും. ഫീമെയിൽ ആണെങ്കിലോ 44 + XX വരും. അപ്പൊ ഇത് ചോദിക്കാറുള്ളതാണ്. അപ്പൊ അത് പഠിച്ചു വെക്കണം. സ്ത്രീ ആണെങ്കിൽ XX, പുരുഷനാണെങ്കിൽ XY. ഓക്കെ, അപ്പം ക്രോമസോം എങ്ങനെ അലൈൻ ചെയ്യുന്നു, ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു വെക്കണം. അലൈൻമെന്റ് മാറിപ്പോകരുത്. സെക്സ് ഡിറ്റർമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. 4 limb of organisms shown in picture below do not show any similarity and do not have any evolution relationship. ഈ ചിത്രമായിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. പകരം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഹോമോലോഗസ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഹോമോലോഗസ് ഓർഗാനിസം എന്നൊക്കെ 1-2 മാർക്കിന് ചോദ്യങ്ങൾ വരാം. ഇത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ കണക്ട് ചെയ്ത് മിസ് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഹോമോലോഗസ് ഓർഗാനിസം എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അപ്പൊ എന്ത് പറയാം? നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ സ്ട്രക്ചർ സിമിലർ, ഫംഗ്ഷൻ ഡിഫറെന്റും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെ. വേർ ഇന്റേണൽ സ്ട്രക്ചർ ഈസ് സെയിം ആൻഡ് ഫംഗ്ഷൻ ഡിഫറെന്റ്. അപ്പൊ ഇവരെ നമുക്ക് കാണാൻ പറ്റും, ഇവരുടെ എല്ലാം അനാട്ടമി ഇന്റേണലി സെയിം ആണ്, ബട്ട് ഇവർ ചെയ്യുന്ന ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ഇവരെന്തുകൊണ്ടാണ് ഇവർക്ക് പുറമേ നമ്മൾ കാണുമ്പോൾ വ്യത്യാസം വരുന്നത്? അവർ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യം, അവരുടെ ഹാബിറ്റാറ്റിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? അഡാപ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചാണ് അവർ ചെയ്യുന്ന ഫംഗ്ഷനും അവരുടെ കാണുന്ന എക്സ്റ്റേണൽ അപ്പിയറൻസും മാറി മാറി വരുന്നത്. Observe the illustration, answer the question. ഇതിൽ നിന്ന് എന്തായാലും ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. യൂസ് ചെയ്ത ഗ്യാസസ് ആകാം, അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന്റെ പേരാകാം, സയന്റിസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കണം. എക്സ്പെരിമെന്റ് ഏതാണ്? യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. വാട്ട് ആർ ദ ഗ്യാസസ് ഇൻ ദ ഫ്ലാസ്ക്? ഏതൊക്കെയാണ്? മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ. പരീക്ഷണത്തിൽ നിന്ന് രൂപപ്പെട്ട ജൈവ സംയുക്തം, ഇവിടെ അവിക്ഷിപ്തപ്പെട്ട പദാർത്ഥം എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. ആൻഡ് വിച്ച് ഹൈപ്പോസിസ് റിലേറ്റഡ് ടു ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്തിന്റെ ബേസിസിലാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി, രാസപരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് കൊണ്ടുവന്നത് ആരാണ്? ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ ആണ് കേട്ടോ. ഇനി ഇതാ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബ്ലഡ് ഷുഗർ ലെവലാണ് തന്നിട്ടുള്ളത്. ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ആരാണ് ആക്ട് ചെയ്യുന്നത്? ഏത് ഗ്ലാൻഡാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ഇവിടെ നോക്കണേ, രക്തത്തിലെ കാൽഷ്യം ആണ് കേട്ടോ. ഷുഗർ എന്നല്ല എഴുതിയത്, കാൽഷ്യം.
ഷുഗർ, നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ നോർമൽ അളവാണ് 9 to 11 milligram per 100 ml തന്നിട്ട്. അപ്പൊ നോർമൽ ലെവൽ ഓഫ് ഗ്ലൂക്കോസും കാൽഷ്യവും പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കൂടുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. എന്നിട്ടോ അവർ ഏത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ കാൽസിറ്റോൺ. അപ്പൊ കാൽഷ്യം കൂടുമ്പോൾ അത് കുറയ്ക്കുന്നത് ആരാണ്? കാൽസിറ്റോണിൻ എന്ന ഹോർമോണാണ്. നേരെ മറിച്ച് താഴെ ഇവിടെ നോക്കുക, രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ പാരാതോർമോൺ ഹോർമോണാണ്. അപ്പം ഈ ഒരു ഗ്ലാൻഡും ഇത് റിലേറ്റ് ചെയ്ത ഹോർമോൺസ് പഠിക്കണം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഗോയിറ്റ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. AD ഹോർമോണുകൾ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെ ഇവർ നിയന്ത്രിക്കുന്നത്? കാൽഷ്യം കൂടുമ്പോൾ കാൽസിറ്റോൺ രക്തത്തിലെ അധികമുള്ള കാൽഷ്യത്തെ അസ്ഥികളിലേക്ക്, നമ്മുടെ ബോണിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മുടെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ബോണിൽ നിന്ന് എടുത്ത് പാരാതോർമോൺ എന്ത് ചെയ്യുന്നു? രക്തത്തിലേക്ക് എത്തിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ചാണ് ബ്ലഡ് നമ്മുടെ കാൽഷ്യം ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. ഇനി പോസിബിലിറ്റി ഓഫ് ദ ബർത്ത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ഈസ് ഈക്വൽ. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സ് ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് നമ്മൾ എങ്ങനെ എഗ്രി ചെയ്യുന്നു എന്നാ പറയുന്നത്? പോസിബിലിറ്റി ഓഫ് ബർത്ത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ഈസ് ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇവിടെ മെയിൽ ഗമേറ്റ് കണ്ടെയ്നിങ് X ക്രോമസോം, Y ക്രോമസോം ആർ പ്രൊഡ്യൂസിങ് ഈക്വൽ നമ്പേഴ്സ്. പുരുഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സും വൈയും ഈക്വൽ നമ്പർ തന്നെയാണ്. ചാൻസ് ഓഫ് യുണൈറ്റ് വിത്ത് ഫീമെയിൽ ഗാമറ്റ് ഈസ് ഈക്വൽ, ബട്ട് നമ്പർ ഓഫ് മെയിൽ ആൻഡ് ദ ഫീമെയിൽ ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ. നമ്മൾ പഠിക്കുന്നതാണ്, ഈ ക്രോസ് ആണ് നിങ്ങൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. 44 + XY ഫാദർ, 44 + XX ആണ് നമ്മുടെ മദർ. ഇതിൽ നിന്ന് 22 + X വരാം, 22 + Y വരാം അല്ലെ? ഫീമെയിലിന് ആകെ 22 + X മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതും ഫോം ചെയ്യാനുള്ള ചാൻസ് 50% ആണ്. ഇതും ഫോം ചെയ്യാനുള്ള ചാൻസ് 50% ആണ്. ദാറ്റ് മീൻസ് 1:1 റിലേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ബോത്ത് ആർ ഈക്വൽ. അപ്പൊ ഈ ക്രോസും കൂടെ എഴുതി വെച്ചാൽ പെട്ടെന്ന് തന്നെ A+ ഇട്ട് തരും കേട്ടോ. അപ്പം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്താൽ, ഈ ഒരു ചാർട്ട് വരച്ചാൽ അത് നിങ്ങൾക്ക് ക്യാച്ചി ആയിട്ട് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. Hence, related to disease is given below. Analyze it and answer the question. Bacterial disease mainly affect lungs, can be prevented by BCG vaccine. ഈ ഡിസീസ് ഏതാണിത്? BCG വാക്സിൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ട്യൂബർകുലോസിസ്, ക്ഷയമാണ് രോഗം. ആൻഡ് ഹൗ ഡസ് ദിസ് ഡിസീസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്? എങ്ങനെ ഇത് പകരുന്നത്? കഫിങ്, സ്നീസിങ്ങിലൂടെ ഒക്കെ പകരാം. അപ്പം വായുവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബാക്ടീരിയ പകരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അത് ട്രാൻസ്മിഷനും ഡിസീസ് സിംറ്റംസും മറന്നു പോരുത്. 4ാമത്തെ ചാപ്റ്റർ ഫ്ലോ ചാർട്ട് വെച്ച് തന്നാണ്, അത് വെച്ച് തന്നെ പഠിക്കാം. Analyze the genes related to RNA involved in the protein synthesis and answer the question. Carries message for protein synthesis, carry amino acid to ribosome. പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന ചില RNA-കളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സൂചനകൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. അപ്പൊ നോക്കുക, carries message for protein synthesis, carry amino acid to ribosome. പ്രോട്ടീൻ സിന്തസിനുള്ള മെസ്സേജ് കൊണ്ടുപോകുന്ന RNA എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ mRNA ആണ്. പ്രോട്ടീനിലേക്ക് വേണ്ട അമിനോ ആസിഡിനെ കൊണ്ടെത്തിക്കുന്ന ആരാണ്? അത് tRNA ആണ്, ട്രാൻസ്ഫർ RNA. From where RNA indicated as one formed. mRNA എവിടുന്നാ ഫോം ചെയ്യുന്നത്? നമ്മുടെ DNA-യിൽ നിന്നാണ്, ന്യൂക്ലിയസിലുള്ള DNA-യിൽ നിന്നാണ് mRNA രൂപപ്പെടുന്നത്. ഇത് പലർക്കും അറിയില്ല, നോട്ട് ചെയ്ത് വെച്ചൂല. ന്യൂക്ലിയസിലുള്ള DNA ആണ് mRNA ഉണ്ടാക്കുന്നത്. അതാണ് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിൽ എത്തിയിട്ട് നമ്മുടെ റൈബോസോമിലേക്ക് വരുന്നത്. Which RNA is not mentioned here? Name the cell organelle in which this RNA is formed. ഇവിടെ സൂചിപ്പിച്ചിട്ടില്ലാത്ത RNA ഏത്? ഇത് കാണപ്പെടുന്ന കോശാംഗം. അതായത് നമ്മുടെ റൈബോസോമൽ RNA അല്ലെ? RNA എവിടെയാണ് നമ്മൾ കാണുക? റൈബോസോമിലാണ് കാണുക. പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനും ഉണ്ട്. Analyze the flow chart and answer the question. Defect of gene production of protein help in blood clotting does not take place. രക്തം കട്ട പിടിക്കുന്നില്ല. അപ്പൊ ഇത് രോഗം എന്ന് പറയുന്നത് ഏതാണ്? ഹീമോഫീലിയാണ്. ഏത് തരം രോഗമാണ്? ജെനറ്റിക് ഡിസീസ്, ജനിതക രോഗമാണ്. രോഗത്തിന്റെ മുഖ്യ ലക്ഷണം എന്താ? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തം ഉണ്ടാവുന്നു അല്ലെ? ലിവൻ ദോ സ്മോൾ വൂൺസ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഫ്രം സ്മോൾ വൂണ്ട് ആണ്. ഇത്തരം രോഗികൾക്ക് താൽക്കാലിക ശമനം നൽകുന്ന എങ്ങനെ? ടെമ്പററി റിലീഫ് എന്ന് പറയാൻ ഈ ഡെഫിഷ്യന്റ് ആയ പ്രോട്ടീൻ നമ്മൾ ഇൻജക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. അപ്പൊ നോക്കുക, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ബ്ലഡ് ക്ലോട്ടിങ്, ഫീവർ തന്നിട്ടുണ്ട്. വിങ്ങൽ പ്രതികരണം, ഫാഗോസൈറ്റസുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏതെല്ലാമാണെന്നാണ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലും ഫീവറിലും ആരുൾപ്പെടുന്നുണ്ട്? നമ്മുടെ ഫാഗോസൈറ്റോസിസ് ഉൾപ്പെടുന്നുണ്ട്. ഇനി ഹൗ ഫാഗോസൈറ്റ് ഡിസ്ട്രോയ് ജേംസ്, എങ്ങനെയാണ്? ലൈസോസോമെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? എൻസൈം, ലൈസോസോമിന്റെ ഉള്ളിലുള്ള എൻസൈം വെച്ചിട്ടാണ് അവര് ഈ ബാക്ടീരിയനെ നശിപ്പിക്കുന്നത്.
ആൻഡ് അടുത്ത് നോക്കാം, ഫാഗോസൈറ്റുകൾ ഉൾപ്പെടാത്ത പ്രതിരോധത്തിന്റെ പ്രവർത്തനങ്ങൾ. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പ്രവർത്തനം എന്തായാലും നിങ്ങൾ പഠിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ ആ ഡാമേജ് ആയ ടിഷ്യൂവിൽ നിന്നും പ്ലേറ്റ്ലെറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു എൻസൈം ഉണ്ടാവുന്നു. അതാണ് ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ എൻസൈം പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് വിറ്റാമിൻ കെ. അവിടെ ഉപയോഗിക്കുന്ന വിറ്റാമിൻ കെയും കാൽഷ്യവുമാണ്. അത് കഴിഞ്ഞിട്ടോ ത്രോംബിൻ ഉപയോഗിച്ചുകൊണ്ട് ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് ആണ് മുറിഞ്ഞെടുത്ത് പോയിട്ട് വലക്കണ്ണി പോലെ അവിടെ കെട്ടിക്കിടന്ന് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സിനെയും ടർബീസിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് രക്തക്കട്ട രൂപപ്പെടുന്നത്. ആ ഫോർമേഷൻ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ കണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂക്ലിയോടൈഡ് ആണ്, തൈമിൻ ന്യൂക്ലിയോടൈഡ് ആണ്. ഏതൊക്കെ ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിനോട് നമ്മൾ പറയാം? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് DNA. തൈമിൻ ആണെങ്കിൽ ഏത് ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും? DNA ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കംപ്ലീറ്റ് ദ കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് എ. ഇതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പഠിക്കുന്ന സെൻസ് ഓർഗൻസിൽ നിന്ന് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ നിന്ന് 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട്. സോ പ്ലാനറി എന്ന് പറയുന്നത് ഏതാണ്? ഐസ്പോട്ട് ആണ് അല്ലെ? ഐസ്പോട്ട് ലൈറ്റ് ആണ്. ഹൗസ് ഫ്ലൈ എന്ന് പറയുന്ന ഒമറ്റീഡിയ. ഫോട്ടോ റിസപ്റ്റർ ഷാർക്ക് ലാറ്ററൽ ലൈൻ ആണ്. ബോഡി ലെസൺ സ്നേക്ക് ജേക്കബ്സൺസ് ഓർഗൻ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ കറക്റ്റ് മാച്ച് ചെയ്യാൻ പഠിക്കണം. ഇതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ ചോദിക്കുന്നതാണ് ഡിസോർഡേഴ്സ്. ബ്രെയിനിന്റെ ഡിസോർഡേഴ്സ് പഠിച്ചിട്ട് പോകണം. സോ മാച്ച് ഫോളോയിങ് ടൈപ്പിൽ ആ ഭാഗങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ചൂസ് എ റൈറ്റ് വേർഡ് പെയർ. ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ, ബ്രെയിൻ 32 പേഴ്സ്, തലാമസ് വോളണ്ടറി മൂവ്മെന്റ്, എപ്പിലെപ്സി ടു ലൂസ് മെമ്മറി. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡോപ്പമിൻ ആണ് അല്ലെ? ഡോപ്പമിൻ ആണ് നാഡീയ പ്രേഷകം ശ്രവിക്കുന്നത്. അടുത്ത ചോദ്യം, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യനിലെ ആനുവൽ എക്സാമിന് മിസ്സിന് തോന്നുന്നത് ചെവി ഇയർ ആണ് വരിക എന്നാണ്. കാരണം മുന്നേ വന്നത് ഐ ആയിരുന്നു. ഇനി നമുക്ക് ഇയർ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ വരാൻ ചാൻസ് ഉള്ളതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേട്ടോ. അപ്പം ഇയർ ഒന്ന് നോക്കിയിട്ട് തന്നെ പൊക്കോടാം. പിക്ചർ ഓഫ് ഇയർ തന്നിട്ടുണ്ട്. വിച്ച് പാർട്ട് റിസീവ് ദ വൈബ്രേഷൻ ഫ്രം ഇയർ ഡ്രം. കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ഓഡിറ്ററി കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആദ്യം സ്വീകരിക്കുന്നത് മാലിയസ് ആണ്. ഗ്രസനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളിയാണ്. ആൻഡ് ശബ്ദഗ്രാഹികൾ നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്ന എവിടെയാണ്? നമ്മുടെ കോക്ലിയൽ അല്ലെ? ഷെല്ല് നമ്മുടെ ഒരു സ്നെയിലിന്റെ ഒക്കെ ഷേപ്പിലുള്ളതാണ് കോക്ലി എന്ന് പറയുന്നത്. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഓഡിറ്ററി കനാലാണ്, കർണനാളം. അപ്പൊ ചെവിയുടെ ചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബ്രെയിനിന്റെ ചിത്രം, ഇതും നിങ്ങൾക്കൊരു എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നല്ലോണം നിങ്ങൾ പഠിക്കുക. ഡ്രോ ദ പിക്ചർ, നെയിം ദ പാർട്ട് അക്കോർഡിംഗ് ടു ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇവോക്ക് സെൻസേഷൻ, കൺട്രോൾ ഹാർട്ട് ബീറ്റ് ആണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ സാധ്യമാക്കുന്നത്, ഹൃദയ സ്പന്ദനത്തെ നിയന്ത്രിക്കുന്നു. അപ്പം ഇവോക്ക് സെൻസേഷൻ എവിടെയാണ്? നമ്മുടെ സെറിബ്രം ആണ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ്. ഹൈപ്പോ തലാമസിന്റെയും സെറിബെല്ലത്തിന്റെയും ഫംഗ്ഷൻ ആണ്. ഹൈപ്പോ തലാമസ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലനം. സെറിബെല്ലം ഇക്വലിബ്രിയം, ശരീര തുലനമാണ് സാധ്യമാക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും ഫംഗ്ഷൻ ഓർത്ത് വെക്കണം. മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബ്രീത്തിങ്, ഇത്തരത്തിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നിന്റെയും റോള് മനസ്സിലാക്കി വെക്കാം. Then write the use of apparatus shown in the figure. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഏതാണ്? നമ്മുടെ സ്വിഗ്മോ മാനോമീറ്റർ ആണ് അല്ലെ? ടു മെഷർ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ജനറ്റിക് മേക്കപ്പ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ബൈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഇസ് ഗിവൺ ബിലോ. മെന്റലിന്റെ ജനറ്റിക്സിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അത് ചിലപ്പോൾ ക്രോസ് ആയിട്ട് തരാം, അതല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള വ്യത്യാസത്തിന്റെ കാരണം, വേരിയേഷന്റെ കാരണം എന്താണെന്ന് ചോദിക്കാം. സോ ഒരു ക്രോസിൽ നിന്ന് ഗമീറ്റ്സ് എഴുതാനൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഓൾറെഡി മിസ് ഇവിടെ പറഞ്ഞുതരാം. ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ്. ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും വരാം, അതല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോളർ. ഇതിൽ രണ്ടും ടോൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഏതാ? ടോൾ പ്ലാന്റ് റൗണ്ട് സീഡ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ദ ഗമേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗമേറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഗമേറ്റ് ഉണ്ടാക്കാൻ ഒരു ടി മാത്രം എടുക്കുക. ഇവിടെ 6, പിന്നെ ഇവിടെ 6. സോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരും, ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരും. ഇതാണ് ഗമേറ്റ് വരിക. ഇനി അതല്ല ടോൾ പ്ലാന്റ് വന്നു, ഡ്വാർഫ് പ്ലാന്റ് വന്നു എങ്കിലോ ക്യാപിറ്റൽ ടി എടുക്കുന്നു, സ്മോൾ ടി എടുക്കുന്നു, ഗമേറ്റ് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ നമുക്ക് ഇതാണ് ആൻസറിലേക്ക് വരിക, അല്ലെങ്കിൽ ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. അപ്പോഴോ ഇവിടെ ടി ഒരെണ്ണം എടുക്കുക, ആർ ഒരെണ്ണം എടുക്കുക, ഒരു സ്മോൾ ടി ഒരു ആർ എടുക്കുക. ഇങ്ങനെയാണ് ഗമേറ്റ് എടുക്കുക. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെ വന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതൊരു ഗമേറ്റ്, ഇത് ഒരു ഗമേറ്റ്,
പിന്നെയോ സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഒരു ഗ്യാമേറ്റ്, സ്മോൾ ടി സ്മോൾ ആർ ഒരു ഗ്യാമേറ്റ്. അപ്പൊ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓർത്ത് വെക്കണം. ജെനറ്റിക്സിൽ അത്രയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ഇൻഫർമേഷൻ ഗിവൻ ബിലോ. ഒരു ചോദ്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് 4 മാർക്കിന് 3rd ചാപ്റ്ററിൽ നിന്ന് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബേസ് ചെയ്തിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഡിസോർഡേഴ്സ് വെച്ചിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രം മതി. ഗ്രോത്ത് ഓഫ് ദ ബോൺസ് ഓൺ ദ ഫേസ്, മുഖം, താടിയിലെ വിരലുകൾ എന്നിവിടയിൽ അസ്ഥികൾ വളരുന്നതിനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോമെഗാലി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ഇൻക്രീസ് ആണ് അല്ലെ. ഗ്രോത്ത് ഫേസിന് ശേഷം വളർച്ചാ ഹോർമോൺ കൂടുന്നതാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ജൈൻജാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് സൊമാറ്റോട്രോപിൻ കൂടുന്നതാണ്. ഭീമാകാരത്വം എന്ന് പറയുന്നത് എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡിയാണ് അതിന്റെ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം. മൂന്നാമത്തെ നമ്മൾ ഡ്വാഫിസം ആണ് പറയുന്നത്. നമ്മുടെ സൊമാറ്റോട്രോപിന്റെ അളവ് കുറയുന്നതാണ് എന്ത്, ഡ്വാഫിസം അല്ലെങ്കിൽ വാമനത്വം എന്ന് പറയുന്നത്. വളർച്ച മുരടിക്കുന്നു, റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് ആണ് ഇവിടുത്തെ സിംറ്റം എന്ന് പറയുന്നത്. സോ രോഗങ്ങൾ എന്തായാലും പഠിക്കുമ്പോൾ അതിന്റെ സിംറ്റംസും റീസൺസും പഠിക്കണം. ബ്രെയിൻ ഡിസീസ് ഉണ്ട്, ഐ ഡിസോർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 ചാപ്റ്ററിൽ ഹോർമോൺസിന്റെ ഗോയിച്ചർ തുടങ്ങി ഇപ്പുറത്തോട്ടുള്ള എല്ലാ ഡിസീസസും പഠിച്ചു വെക്കണം. ആൻഡ് അവിടെ തന്നെ പഠിക്കേണ്ട 2 എണ്ണമാണ് ഡയബറ്റിസ് ഇൻസിപിഡസും ഡയബറ്റിസ് മെലിറ്റസും. അത് കമ്പയർ ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ലൈവിലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വൈകുന്നേരം കറക്റ്റ് തന്നെ ലൈവിലേക്ക് ടൈമിലേക്ക് തന്നെ വരിക. നമ്മൾ അടിച്ച് പൊളിച്ച് തന്നെ പഠിക്കും. ഇന്ന് ഫുൾ കോൺസെപ്റ്റ് നല്ല തകർത്ത് നമ്മൾ പഠിക്കും. നാളെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വരുന്നുണ്ട്. കൂടെ ഫാസിൽ സാറും ഉണ്ടാകും. സോ സീ യു സൂൺ മക്കളെ. അടിച്ച് പൊളിച്ച് പഠിക്കാം, ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാം.